കക്ക വൃത്തിയാക്കി എടുത്തതാണ്. വൃത്തിയാക്കിയിട്ടില്ല, കക്ക എന്ന് പറയുന്നത് ചേറി എടുത്തത്, അത് അതിൻ്റെ തോട്ടൊന്ന് മാറ്റിയെടുത്തത് മാത്രമേ. ഇനി അതിൻ്റെ കറുപ്പെല്ലാം വൃത്തിയാക്കണം. അത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാമല്ലോ. ഇത് കണ്ടോ, ഇങ്ങനെ തടുപ്പയിലിട്ടിട്ട്, തടുപ്പാത്ത് മുറന്നെല്ലാം പറയില്ല, നിങ്ങൾ എന്താ പറയാമെന്ന് എനിക്കറിയില്ല, വേറെ പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ അതിന് നമ്മളിങ്ങനെ അരി പാറ്റി എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അളമ്പൊക്കെ പാറ്റി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇറച്ചി വേറിയും ഇറച്ചി പോയ തോട് ഒരു കോർണറിലേക്ക് ആയിട്ട് വരും കേട്ടോ. നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞതിന് ശേഷം ഇത് ട്രൈ ചെയ്തത്. ഇത്രയും കാലമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് തന്നെ മുമ്പ്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും കുട്ടിയിരുന്ന് എടുക്കുമ്പോൾ ഭയങ്കര മടുപ്പ് വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ കറുപ്പ് വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് തന്നെ വൃത്തിയാക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും വൃത്തിയാക്കാണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇളമ്പൊക്കെ അങ്ങനെ വാങ്ങില്ല, ഹോട്ടലിൽ വാങ്ങി കഴിക്കൂല. പക്ഷേ ഞാൻ തിന്നും കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അതിൻ്റെ ഇറച്ചിന്ന് അതും ഞെക്കി മാറ്റി വെച്ചിട്ട് തിന്നും ഇളമ്പൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട്. പക്ഷേ വീട്ടിൽ കറുപ്പ് എടുത്താലേ വറുക്കൂല, എന്നാലേ കൂട്ടൂലൂ.